നമുക്ക് ഒരു ഫോർച്യൂണർ നമുക്ക് നോക്കാം. ഇത് കേരള വണ്ടിയാ? ഒറിജിനൽ കേരള വണ്ടി. ഒറിജിനൽ കേരള വണ്ടിയാണ്. ഒറിജിനൽ കേരള വണ്ടി KL 13 വണ്ടി. കണ്ണൂർ റേസിലുള്ള വണ്ടി ഒന്നും പറയണ്ട, ഫുൾ അലുവ പോലത്തെ നമ്പറാണ് അല്ല. ഈ നമ്പർ കണ്ടെങ്കിൽ പൈസ നോക്കൂല, പൈസ പോയിട്ട് പവർ വരട്ടെ. എത്ര മോഡൽ ഇത്? ഇത് 2012 മോഡൽ ഡ്രൈവ്. ഇത് 12 മോഡലാ. ഈ ഷേപ്പ് എന്തെങ്കിലും ലിഫ്റ്റ് ചെയ്തിരിക്കണം, ഫേസ് ലിഫ്റ്റ് ചെയ്തിരിക്കണം? അല്ലല്ല, ഒരു വൃത്തി ഉണ്ടല്ലോ വണ്ടി കാണാൻ, നല്ലൊരു അതെ അതെ. സെക്കൻഡ് ഓണർ അങ്ങനെ 90 ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. കമ്പനി സർവീസ് ഹിസ്റ്ററി ഒക്കെ ഉള്ളതാണ്. ഓക്കെ, വണ്ടി ഹൈ ക്വാളിറ്റി ഉണ്ട് അല്ലേ? ഈ വണ്ടി ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ വിളിച്ച് ചോദിച്ചോട്ടെ. ഇതിന്റെ കാര്യങ്ങളൊക്കെ, ഇതിന്റെ വിലയും കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തരും. കുറെ ആൾക്കാർ കമന്റ് ബോക്സിൽ ചോദിച്ചുകൊണ്ടായിരുന്ന ഒരു ചോദ്യമാണ്, നിങ്ങൾ കാസർഗോഡ് ചാനലായിട്ട് എന്തുകൊണ്ട് കാസർഗോഡ് കണ്ണൂർ ഷോറൂമിലെ വണ്ടികൾ കാണിക്കുന്നില്ല? അതിനൊക്കെ പരിഹാരമായിട്ട് നമ്മുടെ പരിഹാരം എന്നല്ല പറയല്, ഇവിടുത്തെ മെഡിക്കൽ കോളേജാണ്. ഓക്കെ, കണ്ണൂർ ജില്ലയിലെ പരിഹാരം ചുടല നെക്സ്റ്റ് ഡ്രൈവ് യൂസ്ഡ് കാർ ഷോറൂമിലാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത്. നിങ്ങൾ അന്വേഷിച്ചെടുക്കുന്ന എല്ലാ കമ്പനി വണ്ടികളും ഇവിടെ അവൈലബിൾ ആണ്. SUV ടൈപ്പ് വണ്ടികൾ, സെഡാൻ വണ്ടികൾ, 7 സീറ്റ് വണ്ടികൾ, ചെറുവണ്ടികൾ എന്നിങ്ങനെ നല്ല ഹൈ ക്വാളിറ്റി അലുവ പോലെയുള്ള വണ്ടികളാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഇവിടെ എന്നോടൊപ്പം ഉള്ളത് ഈ ഷോറൂമിന്റെ എല്ലാമായ നമ്മുടെ ജാഫർ അലി. അല്ല ജാഫർ, എന്തൊക്കെയുണ്ട്? സുഖല്ലേ? പെരുന്നാളിന്റെ ലീവ് ഒക്കെ കഴിഞ്ഞല്ലേ? ഞാനും ഒരാഴ്ചയായി ഞാൻ വീഡിയോ ചെയ്യാതെ. ഞാൻ കാസർഗോഡ് വന്നുകൊണ്ട് പിന്നെ ഞാൻ കൂടുതൽ വീഡിയോ ചെയ്യുന്നത് മലപ്പുറത്താണ്. അപ്പൊ അതുകൊണ്ട് പിന്നെ മലപ്പുറം കഴിഞ്ഞാൽ പിന്നെ ഇവിടെ പോകാനില്ലല്ലോ, വീട്ടിലിരിക്കത്തേ ഉള്ളൂ. അപ്പൊ നമുക്ക് നേരം കളയണ്ട, നമുക്ക് ഓരോ വണ്ടികളായിട്ട് നമുക്ക് കാണിച്ചു കൊടുക്കാം. ഒന്നാമത് നമുക്ക് ഇവിടുത്തെ അഡ്രസ്, അതായത് ഇവിടുത്തെ പ്രോപ്പർ ലൊക്കേഷൻ ഒന്ന് കറക്റ്റ് ഒന്ന് പറയാം. പ്രോപ്പർ ലൊക്കേഷൻ നമ്മളിപ്പോ ജില്ല കണ്ണൂർ ജില്ലയാണ്. തളിപ്പറമ്പ്, പിന്നെ തളിപ്പറമ്പ് പരിയാരം മെഡിക്കൽ കോളേജ്. അതായത് തളിപ്പറമ്പ് അറിയാത്ത ആൾ ആരും ഉണ്ടാവില്ല. തളിപ്പറമ്പെന്നും മെഡിക്കൽ കോളേജിൽ നിന്നും സെൻട്രൽ ആയിട്ടാണ് ഈ സ്ഥലം വരുന്നത്. അവിടുന്ന് ഇവിടത്തേക്ക് വരികയാണെങ്കിൽ 4 കിലോമീറ്റർ, മെഡിക്കൽ കോളേജിൽ നിന്ന് ഇവിടത്തേക്ക് വരികയാണെങ്കിൽ 4 കിലോമീറ്റർ അല്ല. അതായത് ഉള്ളിക്കുള്ള യാടൊന്നല്ല, അതായത് മെയിൻ റോഡിന്റെ സൈഡ് തന്നെ ഉള്ളതാണ്. മാക്സിമം എത്ര വണ്ടികളുണ്ട് ജഫ്സാദി? 40 മേലെ വണ്ടിയുണ്ട്. 40 മേലെ വണ്ടികളുണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ ചെറിയ ബഡ്ജറ്റുള്ള വണ്ടികളൊക്കെ ഉണ്ടാവില്ലേ? 2 ലക്ഷത്തിന് മേലോട്ടുള്ള വണ്ടി. പിന്നെ 7 സീറ്റർ ഒക്കെ കുറച്ച് വില ഹൈ ഉള്ളതുണ്ട്, കുറവുള്ളതും. ഓക്കെ, മാക്സിമം ലോ കിലോമീറ്റർ വണ്ടികൾ, അതുപോലെ തന്നെ സിംഗിൾ ഓണർ, പിന്നെ അധികം ക്ലെയിമും കാര്യങ്ങളൊന്നും ഇല്ലാത്ത. അതെ, ഇവര് ചെയ്യുന്ന വണ്ടികളൊക്കെ നല്ല ക്വാളിറ്റി വണ്ടികളാണ്. പഴയ വണ്ടികൾ, ചെണ്ട വണ്ടികളൊന്നും അല്ല കേട്ടോ. നല്ല ഹൈ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഹൈ ക്വാളിറ്റി ഇല്ല, അതൊക്കെ മേലെ എന്ന് പറയാം അല്ല. ഒക്കെ ലോ കിലോമീറ്റർ, സിംഗിൾ ഓണർഷിപ്പ്, അതുപോലെ തന്നെ റീപ്ലേസ് തട്ടുമുട്ടും ഇല്ലാത്ത നല്ല വണ്ടികളാണ്. ഞാൻ എല്ലാ വീഡിയോയിലും നിങ്ങളോട് പറയുന്ന ഒരു കാര്യമാണ്, വണ്ടി എടുക്കുമ്പോൾ 2014 മേലുള്ള വണ്ടികൾ നോക്കിയെടുത്തോ. അതിന് താഴത്തുള്ള വണ്ടി ആകുമ്പോൾ ചിലപ്പോൾ നമുക്ക് പണി കിട്ടും. കുറെ ഞാൻ വീഡിയോയിൽ പറയലുണ്ട്. ഇവിടെ മാക്സിമം വണ്ടികൾ ഒക്കെ മോഡൽ കൂടിയ വണ്ടികളാണ്, അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി വണ്ടികളാണ്. അപ്പൊ നമുക്ക് ഓരോ വണ്ടിയായിട്ട് കാണിച്ചു കൊടുക്കാം. നമുക്ക് ഒരു വിക്ടേറ ബ്രസ് നമുക്ക് പരിചയപ്പെടാം. ഇത് പുതിയ ലേറ്റസ്റ്റ് ഷേപ്പിൽ വരുന്നതാണ്, ഏറ്റവും ലേറ്റസ്റ്റ് വണ്ടിയാണ്. മോഡൽ എത്ര വരുന്നത്? 2023 മോഡലാണ്. എത്ര ഓടിയിട്ടുണ്ടോ വണ്ടി? 7000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. വണ്ടി തട്ടുമുട്ട് പരക്കൊന്നുമില്ല. സ്പെഷ്യൽ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ, സൺറൂഫ് ഒക്കെ വരുന്നുണ്ട് ഇതില്. ഓക്കെ, സൺറൂഫ് വരുന്നുണ്ട്. പിന്നെ നല്ല ക്വാളിറ്റി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ അലോയ്സ് കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതാണ് കേട്ടോ. ZXi വരുന്നതാണ്. മാക്സിമം ചില്ലറ ഓട്ടോ ഓടിയിട്ടുള്ളൂ. നല്ല ഫാൻസി നമ്പറാണ്. നമ്പർ നല്ല അലുവ പോലത്തെ നമ്പർ. എത്ര ഇനി ചോദിക്കുന്നത്? ഇനി 11,75,000. 11,75 ചോദിക്കുന്നുണ്ട്. വില കുറച്ച് കൊടുക്കും അല്ലെ? കസ്റ്റമർ വന്ന് ഇവിടെ ഇരുന്ന് സംസാരിക്കണം, വില കുറച്ച് തരും കേട്ടോ. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിക്കാളി. ഇവിടെ നമുക്കൊരു സ്വിഫ്റ്റ് കാർ നോക്കാം. ഇത് മോഡൽ എത്ര വരുന്നത്? ഇത് 2022 ZXi വണ്ടി. 2022 ZXi ആണ്. ഓക്കെ, ഇത് എത്ര ഓടിക്കുന്നത്? 22,000 കിലോമീറ്റർ ഓടി വണ്ടി. 22,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വണ്ടി റീപ്ലേസ് കാര്യങ്ങൾ ഒന്നുമില്ല, നല്ല ക്വാളിറ്റി വണ്ടി. ഇത് ഓണർഷിപ്പ് എത്ര വരുന്നത്? സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി നിൽക്കുന്നത്. വണ്ടി തട്ടുമുട്ട് വരക്കൊന്നുമില്ല. ഉള്ളും പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുണ്ട്. പിന്നെ ആലോചിച്ച് കാര്യങ്ങളൊക്കെ കമ്പനി വരുന്നതാണ് അല്ലേ? ഓക്കെ, ഉള്ളു. പിന്നെ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. വണ്ടി നല്ല വൃത്തിയുള്ള വണ്ടി കേട്ടോ, കാണാൻ തന്നെ ഒരു ലുക്കുള്ള വണ്ടിയാണ്. എത്ര ചോദിക്കുന്നത്? അതിന് 7,000 രൂപ ചോദിക്കുന്നുണ്ട്. വില കുറച്ച് കൊടുക്കും അല്ലേ? ഓക്കെ, 2022 മോഡലാണ് കേട്ടോ. ഓക്കെ, ഇവിടെ നമുക്ക് വീണ്ടും ഒരു സ്വിഫ്റ്റ് കാർ നോക്കാം. ഇത് എത്ര? 2013 ഡീസൽ വണ്ടി. VDI ആണ് ഓപ്ഷൻ വരുന്നത്. വണ്ടി എത്ര ഓടിയിട്ടുണ്ട്? വണ്ടി 77,000 ഓടിയിട്ടുള്ളൂ. 2013 വണ്ടി ജെനുവിൻ ഓട്ടാണ് കേട്ടോ. നല്ല ക്വാളിറ്റി വണ്ടി അല്ലേ ഇത്? ഓക്കെ, നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. 4 കട്ടയുള്ള ടയർ ഉണ്ട്. ഉള്ളിൽ പുതിയ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വണ്ടി നല്ല ക്വാളിറ്റി വണ്ടിയാണ് അല്ല? ഏതൊരാൾക്കും വിശ്വസിച്ചെടുക്കാൻ പറ്റിയ നല്ല അടിച്ചാപ്പൊളി വണ്ടി. ഓക്കെ, ഇത് എത്ര ചോദിക്കുന്നത്? ഇതിന് 395 ചോദിക്കുന്നുണ്ട്. 2013 വണ്ടി അല്ല?
മഹീന്ദ്രന്റെ ബൊലേരോ. ഇത് മോഡൽ എത്രയാണ്? 2023. 2023 ഏറ്റവും ലേറ്റസ്റ്റ് latest. തന്നെ. ആ. ഓക്കെ. ഇത് വരുന്നത് 56,000 കിലോമീറ്റർ ഓടിയത്. 56,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 56,000 കിലോമീറ്റർ. ഓ. ഈ കാണുന്ന വണ്ടി ടാക്സിയിലാണ്. ഇതേ സെയിം ഇതിനേക്കാൾ ഓപ്ഷൻ കൂടിയ വണ്ടിയുണ്ട്. അത് വേറെ 2021 ബൊലേറോ B6 ഓപ്ഷൻ വണ്ടി. അത് നിങ്ങളിൽ വേറെ ഉള്ളത്. അല്ല, നമ്മൾ ആദ്യം ഇതിന്റെ ഡീറ്റെയിൽ പറഞ്ഞു കൊടുക്കാം, എന്നിട്ട് നമുക്ക് അതിന്റെ പറഞ്ഞു കൊടുക്കാം. അതല്ലേ നല്ലത്. അങ്ങനെയാണ്. ഇതിപ്പോ KL60 അല്ല, കാഞ്ഞങ്ങാട് റൈസിനായിട്ട് ടാക്സി പെർമിറ്റിലാണ് നിലവിൽ. ഓക്കെ, നിലവിൽ ടാക്സിക്കാർക്ക് വേണമെങ്കിൽ അങ്ങനെ നോക്കാം. 56,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഒന്നും മാറിയിട്ടില്ല. ഒന്നും മാറിയിട്ടൊന്നുമില്ല. തട്ടുമുട്ട് വർക്കൊന്നുമില്ല. കറക്റ്റ് കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. ഇത് എത്ര ചോദിക്കുന്നത്? ഇതിന് ചോദിക്കുന്നത് 9 രൂപ. 9 രൂപ ചോദിക്കുന്നുണ്ടല്ലേ? വില കുറയോ? വില വ്യത്യാസമായി കൊടുക്കാം. അവിടെ വന്നിരുന്ന് സംസാരിക്കണം, വില കുറച്ച് കൊടുക്കാം. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിക്കളി. അതേപോലെ തന്നെ 2021 മോഡൽ B6 ഓപ്ഷൻ വണ്ടി. ഓക്കെ. അത് ഓടിയത് 48. ഇത് നമ്മൾ ഓപ്ഷൻ ചോദിച്ചില്ല. ഇതിന്റെ ഈ ടാക്സി പെർമിറ്റിലെ ഓപ്ഷൻ B6 തന്നെ. B6. ഓക്കെ ഓക്കെ ഓക്കെ. ഇതും അത് തന്നെ അല്ലേ? അല്ല, അതിന്റെ ഓപ്ഷൻ കൂടിയ വണ്ടിയാണ്. B6 ഓപ്ഷൻ വണ്ടി വരും. അത് 2021 48,000 കിലോമീറ്റർ ഓടിയത്. സിംഗിൾ ഓണർ 48,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. KL 58 രജിസ്ട്രേഷൻ വരും. വണ്ടി റീപ്ലേസ് കാര്യങ്ങളൊന്നും തട്ടുമുട്ട് വർക്കൊന്നും. അതിന് എത്ര നിങ്ങൾ ചോദിക്കുന്നത്? അതിന് 9.25. 9.25 രൂപ അല്ലേ? അപ്പൊ ആവശ്യക്കാർ ആരും ഉണ്ടെങ്കിൽ ചോദിച്ചാലേ കേട്ടോ, വിളിച്ച് ചോദിച്ചാലേ. അപ്പൊ അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഇവര് പറഞ്ഞു തരും കേട്ടോ. സ്വിഫ്റ്റ് ഡീസൽ വണ്ടി നമുക്ക് പരിചയപ്പെടാം. 2018 മോഡൽ അല്ലേ? 18 VDI ഓട്ടോമാറ്റിക് ഡീസലാണ്, ഓട്ടോമാറ്റിക് വണ്ടിയാണ് കേട്ടോ. വണ്ടി എത്ര ഓടിയിട്ടുള്ളത്? വണ്ടി 79 വണ്ടി ഓടിയിട്ടുള്ളൂ. കറക്റ്റ് കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. പക്ക വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. എക്സ്ട്രാ കോസ്റ്റ്ലി അലോയ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അലോയ്സ് കാര്യങ്ങളൊക്കെ കുറച്ച് വില കൂടിയതാണ്. പിന്നെ അതുപോലെ തന്നെ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ഇത് എത്ര നിങ്ങൾ ചോദിക്കുന്നത്? 650 ചോദിക്കുന്നുണ്ട്. വില കുറച്ച് കൊടുക്കും. വന്നിട്ട് സംസാരിക്കണം, വില കുറച്ച് തരും. വണ്ടി ഡീസലാണ്, മാനുവൽ വണ്ടിയല്ല, ഓട്ടോമാറ്റിക് വണ്ടിയാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതാണ്. 650 ചോദിക്കുന്നുണ്ട്, വില കുറച്ച് കൊടുക്കും. മാക്സിമം ഫുള്ള് ലോണൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. 50 റുപ്യന്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ മാക്സിമം ലോൺ ഇറക്കാം. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിക്കാളി. മഹീന്ദ്രന്റെ XUV 300 ഓപ്ഷൻ വരുന്ന W8 ആണ്. 2019 മോഡലാണ്. ഏകദേശം 55,000 കിലോമീറ്റർ ഈ വണ്ടി ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഡീസലാണ് വേരിയന്റ് വരുന്നത്. വണ്ടി തട്ടുമുട്ട് പേർക്ക് ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല കേട്ടോ. ഒരു സാധനം മാറിയിട്ടില്ല. പക്ക വണ്ടിയാണ്. ഉള്ളും പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. അതുപോലെ തന്നെ 4 പുത്തൻ ടയറുകളുണ്ട്. കറക്റ്റ് കമ്പനി സർവീസ് കാര്യങ്ങൾ ഹിസ്റ്ററൊക്കെ ഉള്ള വണ്ടിയാണ്. ഈ വണ്ടിക്ക് ചോദിക്കുന്നത് 8,75,000 രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്. വില കട്ടിയായിട്ട് കുറച്ച് തരും. ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിക്കളി. മഹീന്ദ്രന്റെ XUV 500 ഓപ്ഷൻ വരുന്നത് W8 ആണ്. 2013 മോഡലാണ് വരുന്നത്. ഏകദേശം 1,06,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. കറക്റ്റ് കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. ആക്സിഡന്റോ റീപ്ലേസോ തട്ടോ മുട്ടോ പരിക്കോ യാതൊരു കംപ്ലൈന്റോ ഫോൾട്ടോ ഒന്നുമില്ല. പക്ക മിയ വണ്ടിയാണ് കേട്ടോ. ഏതൊരാൾക്കും വിശ്വസിച്ച് കണ്ണടിച്ചെടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി വണ്ടിയാണ്. ഇതിന് ചോദിക്കുന്ന വില 6,25,000 രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്. വില കുറച്ച് തരും. വണ്ടി ഹൈ ക്വാളിറ്റി ആണ് കേട്ടോ. അതുകൊണ്ടാണ് ഈ ഒരു വില ചോദിക്കുന്നത്. ഇവിടെ നിങ്ങൾ പരിചയപ്പെടുത്തുന്നത് ഒറിജിനൽ കേരള ഇറ്റിയോസ് ലിവ് ആണ്. 2 കളറിൽ വരുന്ന വണ്ടിയാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. മാർക്കറ്റിൽ പൊതുവെ കിട്ടാത്തൊരു കളറാണ് കേട്ടോ. 2018 മോഡലാണ്. പെട്രോൾ വണ്ടിയാണ്. ഏകദേശം 50,000 കിലോമീറ്റർ വരെ ഓടിയിട്ടുണ്ട്. കറക്റ്റ് കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. തട്ടുമുട്ട് പേർക്ക് റീപ്ലേസ് ഒന്നുമില്ല കേട്ടോ. നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് നിൽക്കുന്നത്. ഇതിന് ചോദിക്കുന്നത് 6,25,000 രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്. ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിക്കളി. ഇവിടെ ഒരു മാരുതിയുടെ ബലോന നമുക്ക് പരിചയപ്പെടാം. 2021 മോഡൽ മാനുവൽ വണ്ടിയാണ്. പെട്രോൾ ആണ് എഞ്ചിൻ വരുന്നത്. ഓപ്ഷൻ വരുന്ന ഡെൽറ്റ. ഏകദേശം 44,000 കിലോമീറ്റർ ഈ വണ്ടി ഓടിയിട്ടുള്ളൂ. കറക്റ്റ് കമ്പനി സർവീസ് ഒക്കെ ഉള്ള വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പിലാണ് നിൽക്കുന്നത്. ഈ വണ്ടിക്ക് ചോദിക്കുന്ന വില 6,50,000 രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്. ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിക്കളി കേട്ടോ. പിന്നെ ഇവിടെ നിങ്ങളോട് പറയാനുള്ളത്, ഇനി അടുത്തതായിട്ട് കാണിക്കുന്ന എല്ലാ വണ്ടികളുടെയും വില ഐഡി ചെയ്തിട്ടുണ്ട്. വില പറയുന്നില്ല എന്ന് വിചാരിച്ച് ആരും ബേജാറാവണ്ട. കാരണം എന്താ വെച്ചാൽ നിലവിൽ ഇവിടെ ഇട്ടിട്ടുള്ള വിലയൊക്കെ പൊട്ടിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ അന്വേഷിച്ച് നടക്കുന്ന ഏതെങ്കിലും വണ്ടികൾ ഇവിടെ ഉണ്ടെങ്കിൽ വീഡിയോയുടെ അടിയിലുള്ള മൊബൈൽ നമ്പറിൽ വിളിച്ചാൽ വില അവർ പറഞ്ഞു തരും. പിന്നെ മൂപ്പർ ഇപ്പോൾ നിലവിൽ പുറത്താണുള്ളത്. പിന്നെ എനിക്കാണെങ്കിൽ സമയമില്ല. എൻ്റെ മൈക്കൊക്കെ കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് കാണിക്കുന്ന എല്ലാ വണ്ടികളും റെക്കോർഡ് സൈതാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് ഓരോ വണ്ടിയായിട്ട് നമുക്ക് നോക്കാം. ഇവിടെ മാരുതിയുടെ ബലോനോ ഓട്ടോമാറ്റിക് വണ്ടി നമുക്ക് പരിചയപ്പെടാം. 2019 മോഡലാണ്. ഓപ്ഷൻ വരുന്ന സീറ്റ് ആണ്. പെട്രോൾ വണ്ടിയാണ് കേട്ടോ. ഏകദേശം 18,000 കിലോമീറ്റർ ഈ വണ്ടി ഓടിയിട്ടുള്ളൂ.
കറക്റ്റ് കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. തട്ടുമുട്ട് പരിക്ക് റീപ്ലേസ് ഒന്നുമില്ല കേട്ടോ, ഒരു സാധനം മാറിയിട്ടില്ല, പക്ക വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പിലാണ് വണ്ടി നിൽക്കുന്നത്. ഈ വണ്ടി ആർക്കെങ്കിലും ആരും നോക്കുകയാണെങ്കിൽ വീഡിയോയുടെ അടിയിലുള്ള മൊബൈൽ നമ്പറിൽ വിളിച്ചാൽ വില പറഞ്ഞുതരും. ഇവിടെ നമുക്ക് ടൊയോറ്റന്റെ അർബൻ ക്രൂസർ നോക്കാം. 2022 മോഡലാണ് വരുന്നത്. മാനുവൽ വണ്ടിയാണ്. ഏകദേശം 27,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി നിൽക്കുന്നത്. കറക്റ്റ് കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. ഉള്ളും പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുണ്ട്. തട്ടുമുട്ട് പരിക്ക് റീപ്ലേസ് യാതൊരു ഫോൾട്ട് കാര്യങ്ങളൊന്നുമില്ല കേട്ടോ, പക്ക വണ്ടിയാണ്, നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. ഇതിന്റെ വില മൊബൈൽ നമ്പറിൽ വിളിച്ചാൽ അറിയാൻ പറ്റും. ഇവിടെ ഒരു വിറ്റാര ബ്രസ ഡീസൽ വണ്ടി നമുക്ക് നോക്കാം. ഓട്ടോമാറ്റിക് ആണ്. 2018 മോഡലാണ്. ഓപ്ഷൻ വരുന്നത് ZDI+, ഏറ്റവും ടോപ്പ് ഓപ്ഷനാണ് വരുന്നത്. ഏകദേശം 74,000 കിലോമീറ്റർ വരെ വണ്ടി ഓടിയിട്ടുണ്ട്. തട്ട് മുട്ട് പരിക്ക് റീപ്ലേസ് ഒന്നുമില്ല, ഒരു സാധനം മാറിയിട്ടില്ല കേട്ടോ, നല്ല പക്ക വണ്ടിയാണ്. ഏതൊരാൾക്കും വിശ്വസിച്ചെടുക്കാൻ പറ്റിയ നല്ല ഹൈ ക്വാളിറ്റി വണ്ടി. ഇവിടെ നമുക്ക് ഒരു ഈക്കോ നമുക്ക് നോക്കാം. ഇതൊരു 5 സീറ്റർ വണ്ടിയാണ്, AC വണ്ടിയാണ് കേട്ടോ. ഇത് മോഡൽ എങ്ങനെ വരുന്നത്? ഇത് 2023 വണ്ടി. 2023 മോഡലാണ് അല്ലേ, ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ്. വണ്ടി ഏകദേശം എത്ര ഓടിയിട്ടുണ്ടാവും? 16,000 കിലോമീറ്റർ. 16 ഓടിയിട്ടുള്ളൂ. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ആണ്. തട്ടുമുട്ട് പരിക്ക് യാതൊരു റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ടയറൊക്കെ കമ്പനി എന്ന് പറഞ്ഞാൽ അതേ ടയറാണ് അല്ല, ഉള്ളു പുറത്തൊക്കെ കാണാൻ വൃത്തിയുള്ള വണ്ടി, ഒരു ഗ്രേ കളർ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ്. ഓക്കെ, അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചോളി കേട്ടോ. ഇവിടെ നമുക്ക് ഒരു ഹ്യൂണ്ടായിന്റെ അൽക്കാസർ, ഇത് എങ്ങനെയാണ് കാര്യങ്ങൾ? 2022 മോഡലാണ്. പ്രസ്റ്റീജ് ഓപ്ഷൻ വേരിയന്റ് വരുന്നത്. ഓട്ടോ മാനുവൽ ഓട്ടോമാറ്റിക്. ഈ ക്ലച്ച് ഇല്ലാത്ത അതല്ലല്ലോ? അല്ല, ഓട്ടോമാറ്റിക് ആണ്. AT വരുന്നത്. ഓക്കെ. പിന്നെ കിലോമീറ്റർ 41,000 ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. മുട്ടോ കാര്യങ്ങൾ അങ്ങനെ സൺറൂഫ് ഒക്കെ വരുന്നുണ്ടല്ലോ ഇതില്? ഓക്കെ, ഇത് ഏറ്റവും ടോപ്പ് ഓപ്ഷനാണ് വരുന്നത്. ടോപ്പ് അല്ല, തൊട്ട് താഴെ ഉള്ളത്. ഓക്കെ, ഇത് മോഡൽ എത്ര പറഞ്ഞത്? 2022 ഡീസൽ വണ്ടിയാണ് തന്നെ. അത്യാവശ്യം മൈലേജ് കൂടുതൽ കിട്ടുമോ? മൈലേജ് പെട്രോളിനെക്കാളും മൈലേജ് ഉണ്ടാവൂല. എത്ര ചോദിക്കണേ? അപ്പോ ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിയാളി. ഇവിടെ 2020 ഹ്യൂണ്ടായിന്റെ ക്രേറ്റ നമുക്ക് നോക്കാം. 2020 മോഡലാണ്. ഓപ്ഷൻ വരുന്നത് SX പെട്രോൾ വണ്ടി അല്ല? പെട്രോൾ വണ്ടി ഏറ്റവും ടോപ്പ് ഓപ്ഷൻ അല്ല, അതിന് തൊട്ട് താഴെ സൺറൂഫ് വരുന്നുണ്ട്. അതില് സൺറൂഫ് വരുന്നുണ്ട്. ഓക്കെ, ആലോചിച്ച കാര്യങ്ങൾ സൺറൂഫ് ഒക്കെ വരുന്നുണ്ട്. നോക്കുകയാണെങ്കിൽ നല്ല നീറ്റാണ്. എത്ര ഓടിയിട്ടുണ്ടാവും? 43,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി നിൽക്കുന്നത്. തട്ടുമുട്ട് പരിക്കൊന്നുമില്ല. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെയുള്ള നമ്പറിൽ വിളിച്ചാൽ മതി. ഇവിടെ നമുക്ക് ഒരു 7 സീറ്റർ എർട്ടിക നമുക്ക് പരിചയപ്പെടാം. ഇത് മോഡൽ എത്ര? 2022 മോഡലാണ്. ZXi ആണ് ഓപ്ഷൻ. പെട്രോൾ വണ്ടിയാണ് കേട്ടോ. പെട്രോൾ വണ്ടി. ഓക്കെ, വണ്ടി 30,000 ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി. വേറെ റീപ്ലേസ് കാര്യങ്ങൾ, തട്ടുമുട്ട് പരിക്ക് യാതൊരു കംപ്ലൈന്റ് ഫോൾട്ട് കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് ഒരു ഫോർച്യൂണർ നമുക്ക് നോക്കാം. ഇത് കേരള വണ്ടിയാ? ഒറിജിനൽ കേരള വണ്ടിയാണ്. ഒറിജിനൽ കേരള വണ്ടി. KL13 വണ്ടി. കണ്ണൂർ റേസിലുള്ള വണ്ടി ഒന്നും പറയണ്ട, ഫുൾ അലുവ പോലത്തെ നമ്പറാണ് അല്ല. ഈ നമ്പർ കണ്ടെങ്കിൽ പൈസ നോക്കൂല, പൈസ പോയിട്ട് പവർ വരട്ടെ. എത്ര മോഡൽ ഇത്? 2012 മോഡൽ ഡ്രൈവ്. ഇത് 12 മോഡലാ. ഈ ഷേപ്പ് എന്തെങ്കിലും ലിഫ്റ്റ് ചെയ്തിക്കണം, ഫേസ് ലിഫ്റ്റ് ചെയ്തിക്കണം? അല്ലല്ല, ഒരു വൃത്തി ഉണ്ടല്ലോ വണ്ടി കാണാൻ, നല്ലൊരു അതെ. സെക്കൻഡ് ഓണർ ആണ്. അങ്ങനെ 90 ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. കറക്റ്റ് കമ്പനി സർവീസ് കാര്യങ്ങൾ ഹിസ്റ്ററി ഒക്കെ ഉള്ളതാണ്. ഓക്കെ, വണ്ടി ഹൈ ക്വാളിറ്റി ഉണ്ട്. ഈ വണ്ടി ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ വിളിച്ച് ചോദിച്ചോട്ടെ. ഇതിന്റെ കാര്യങ്ങളൊക്കെ, ഇതിന്റെ വിലയും കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞുതരും. ഇനി നമുക്ക് പരിചയപ്പെടാം. ഒരു ബ്ലാക്ക് കളറിൽ വരുന്ന വണ്ടിയാണ്. എത്രയാണ് ഈ മോഡല്? 2023 ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ്. എത്ര ഓടിയിട്ടുണ്ടാവും? ഇത് 19,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പെട്രോൾ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. എന്തും മാറിയിരിക്കണം ഇല്ലല്ലോ? തട്ടുമുട്ട് കാര്യങ്ങളൊന്നും ഇല്ല. വണ്ടി നല്ല ക്വാളിറ്റി തന്നെയാണ് ഉള്ളത്. ഒരു പുത്തൻ വണ്ടിന്റെ ആ ഒരു ഫ്രഷ്നെസ് ഉണ്ട് വണ്ടിക്ക്. ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിക്കാല്ലേ. അപ്പൊ ഇതിന്റെ റേറ്റ് കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞുതരും വിളിച്ചാല്. ഇവിടെ നമുക്ക് A-Star ഓട്ടോമാറ്റിക് വണ്ടി അല്ല? ഇത് മോഡൽ എത്രയാണ്? 2013 മോഡലാണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. വണ്ടി എത്ര ഓടിയിട്ടുണ്ടാവും? 77,000 കിലോമീറ്റർ ഓടിക്കുന്നത്. റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. തട്ടുമുട്ട് പരിക്ക് യാതൊരു കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ല. നല്ല വണ്ടി. എത്ര നമുക്ക് ഹ്യൂണ്ടായിന്റെ i20 നമുക്ക് പരിചയപ്പെടാം. ഇത് പെട്രോളാ ഡീസലാ? പെട്രോൾ വണ്ടിയാണ് അല്ലേ? 2016 മോഡലാണ്. ഓപ്ഷൻ വരുന്നത് ആസ്റ്റ ഓപ്ഷൻ ആണ് വരുന്നത്.
വണ്ടി ഓണർ, സെക്കൻഡ് ഓണർഷിപ്പ്, 7,000 കിലോമീറ്റർ ഓടി. 87,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. വണ്ടി റീപ്ലേസ് കാര്യങ്ങളുടെ കൂട്ടൊന്നുമില്ല. വണ്ടി ഇവിടെ നമുക്കൊരു സ്വിഫ്റ്റ് ഡിസൈർ നമുക്ക് നോക്കാം. ഇത് മോഡൽ എത്ര തന്നെ? ഇത് 2013 VXI വണ്ടി. 2013 പെട്രോൾ വണ്ടി. VXI ആണ് ഓപ്ഷൻ വരുന്നത്. വണ്ടി എന്തെങ്കിലും മേജർ ആക്സിഡന്റ് കാര്യങ്ങൾ എത്ര ഓട്ടം ഉണ്ടാവും? 60,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. വണ്ടി ക്വാളിറ്റി ആണ് അല്ലേ? ഓക്കെ, ആവശ്യക്കാണെങ്കിൽ വന്ന് നോക്കിക്കോളൂ കേട്ടോ. ഈ ഡിക്കി സ്പേസ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. പിന്നെ ഈ ഡിസൈർ ഓടിക്കാൻ നല്ല സുഖമുള്ള വണ്ടിയാണ് കേട്ടോ. ആവശ്യക്കാരുണ്ടെങ്കിൽ അതിൽ വിളിച്ചോ, അപ്പൊ വിലയൊക്കെ പറഞ്ഞുതരും. ടിയാഗോ അല്ല? ടിയാഗോ ഇത് ഓട്ടോമാറ്റിക് മാനുവൽ വണ്ടി? മാനുവൽ വണ്ടി. ഒരു ബ്ലാക്ക് കളറാണ് വരുന്നത്. ഫുൾ ഓപ്ഷൻ വണ്ടി. XZ പ്ലസ് ആണ് ഓപ്ഷൻ വരുന്നത്. 2022 മോഡലാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ഷേപ്പാണ്. 8,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർ. 8,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി അല്ലേ? ഓക്കെ, ആവശ്യം. ഇവിടെ നമുക്ക് ടാറ്റന്റെ പഞ്ച് നമുക്ക് നോക്കാം. പഞ്ച് എങ്ങനെയാണ് കാര്യങ്ങൾ? മോഡൽ 2022 മോഡലാണ്. ഓപ്ഷൻ വരുന്നത് അത് ADV, അഡ്വാൻസ്ഡ് ഓപ്ഷൻ. ഓട്ടോമാറ്റിക് വണ്ടിയാണ്. എത്ര ഓടിയിട്ടുണ്ട്? അത് 19,000 കിലോമീറ്റർ. 19,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളത്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. റീപ്ലേസ് കാര്യങ്ങൾ ഓക്കെ. അപ്പൊ ആ ബ്രസ് നമുക്ക് നോക്കാം. ഇത് ഡീസൽ വണ്ടി അല്ലേ? ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടിയാണ്. 2019 ZDI. 2019 ZDI ആണ് ഓപ്ഷൻ വരുന്നത്. വണ്ടി എത്ര ഓടിയിട്ടുണ്ടാവും? 71,000 കിലോമീറ്റർ. 71,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. തട്ടുമുട്ട് പെരക്ക് യാതൊരു കംപ്ലൈന്റ് കാര്യമൊന്നുമില്ല. നല്ല കളറാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ് വണ്ടി. പിന്നെ ഓട്ടം കുറവല്ലേ പറഞ്ഞത്? 71,000 ഓടി. ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിക്കാളി കേട്ടോ. 2018-19 മോഡല് ഓട്ടോമാറ്റിക് ആണ്. അതും ഡീസലാണ് കേട്ടോ. പൊതുവെ മാർക്കറ്റിൽ കിട്ടാത്തൊരു പീസാണ്. ഓക്കെ, ഡീസൽ ആയതുകൊണ്ട്. അപ്പോൾ ഇവിടെ കാണിച്ച ഏതെങ്കിലും വണ്ടികൾ നിങ്ങൾക്ക് എടുക്കാനോ അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ ലൊക്കേഷൻ ഒക്കെ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോയുടെ അടിയിൽ മൊബൈൽ നമ്പർ ഉണ്ട്, അതിൽ വിളിച്ച് ചോദിച്ചാൽ മതി. പിന്നെ ഇവിടെ നമ്മൾ കുറച്ച് വണ്ടികളെ വില കാര്യങ്ങളൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതൊക്കെ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ താഴെയുള്ള മൊബൈൽ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ അതിന്റെ വില നിങ്ങൾക്ക് പറഞ്ഞു തരും കേട്ടോ. ഞാൻ